കർമ്മ അത് തിരിച്ചടിക്കും. ഇതാരെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ള കാര്യം അറിയത്തില്ല. പുള്ളിക്കാരത്തി ഇങ്ങനെയാണ് അമ്മയും പെങ്ങളെയും ഭാര്യനെയും ഒരേപോലെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോ ഭയങ്കര അത്ഭുതങ്ങളും എന്താ ബഹുമാനമൊക്കെ തോന്നിയായിരുന്നേ. എന്താ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അവൻ കൊണ്ടു കിടന്നിട്ടുണ്ട്. പക്ഷെ മകളുടെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ കൂടുതലായി. അച്ഛന്റെയും ആങ്ങളുടെയും മകന്റെയും എല്ലാ സൗന്ദര്യത്തോടെ കൂടെ അവൻ ആ കല്യാണം നടത്തിയത്. ഇതെൻ്റായി. പക്ഷെ നിങ്ങളെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നൊക്കെ പറയുന്നു. ഗൈസ്, വെൽക്കം, വണക്കം. ഒരു കുടുംബത്തിൻ്റെ തകർച്ചയും നമ്മൾ ആഘോഷിക്കുന്നില്ല. അങ്ങനെ ആഘോഷിക്കുന്നത് ഒരു തരത്തിലും നല്ല മനസ്ഥിതി ഉള്ളവർക്ക് ചേർന്ന പരിപാടിയല്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, മല്ലു ഫാമിലി സുജിനും നിത എന്നാണെന്ന് തോന്നുന്നു പൊന്നൂസ് അല്ലേ, അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പൊന്നൂസിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം, കാരണം സോഷ്യൽ മീഡിയക്കകത്ത് നിറഞ്ഞു നിന്നൊരു ഫാമിലി വ്ളോഗ് കപ്പിളാണ്. സോ അവരുടെ സഹോദരി, അദ്ദേഹത്തിൻ്റെ സഹോദരി കുഞ്ചൂസ്, അവർക്ക് വേറെ ചാനൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളെല്ലാവരും ജീവിക്കുന്നവരാണല്ലോ, ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, പണത്തിനാണോ സമാധാനത്തിനാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ മൂല്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം ഉണ്ടാക്കുന്നു, നമ്മുടെ സമാധാനം കെടുത്തിക്കൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഓക്കെ, ഇരുത്തി ചിന്തിച്ചിട്ട് നിങ്ങളൊരു മറുപടി തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ചോദിക്കും, പണമില്ല ജീവിക്കാൻ പറ്റും? ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല, പണം വേണം. ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കിടന്നുറങ്ങാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ, സൗഹൃദ, നമ്മുടെ ബന്ധങ്ങളെല്ലാം പണം എന്നുള്ളൊരു സംഭവം വന്നു കഴിയുമ്പോൾ പൂർണ്ണമായും തകരുക, അല്ലെങ്കിൽ പണം എന്നുള്ള സംഭവത്തിൻ്റെ പുറകെ മാത്രം സഞ്ചരിക്കുമ്പോൾ സമാധാനമില്ലായ്മ, അല്ലെങ്കിൽ നമ്മുടെ പലതും നഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ജീവിതം ശരിയാണോ? ഇതുമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് അല്ല, ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആണ്. കാരണം കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ അല്ലെങ്കിലും കുറേ ജീവിതങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നിതയുടെ ആ ഒരു പോസ്റ്റ് കാണാം. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഒരു രണ്ടുപേർ തമ്മിൽ പിരിയുന്നത് ആഘോഷിക്കാനോ അതിനകത്ത് അദ്ദേഹത്തിനെ കുറേ കുറ്റം പറയാനോ ആ പെൺകുട്ടിയെ കുറേ കുറ്റം പറയാനോ അവരുടെ അടുത്ത തീരുമാനത്തിനെ ഭയങ്കര മോശമായിട്ട് പറയാനൊന്നും ഞാൻ ആളല്ല. അതിന് ഞാൻ ഒരിക്കലും ആളല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിതാ സതീശൻ കഴിഞ്ഞ ദിവസം ഒരു 22 മണിക്കൂറിന് മുമ്പ് പുള്ളിക്കാരത്തി ദാറ്റ് ചാപ്റ്റർ ഈസ് നൗ ക്ലോസ്ഡ്, ഐ ചൂസ് പീസ്. ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സമാധാനം തിരഞ്ഞെടുത്തു. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, സമാധാനമാണോ പണമാണോ വലുത്? അപ്പോൾ ഐ ചൂസ് പീസ് എന്നുള്ളതാണ്. കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മൾ സംസാരിച്ചൊരു കാര്യം, കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയം സംസാരിച്ചത്. ആ വിഷയത്തിൻ്റെ അകത്ത് അന്ന് കുഞ്ഞാറ്റ സംസാരിച്ചത്, ഞാൻ മരണം അഥവാ സൂയിസൈഡ് ഞാൻ ചെയ്യുന്നില്ല, പകരം ഞാൻ ജീവിതം തിരഞ്ഞെടുക്കുന്നു, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് അത് ഡിവോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കുന്നില്ല, സൂയിസൈഡിന് പകരം ഞാൻ ഡിവോഴ്സ് സെലക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും നിങ്ങൾ മരണമൊഴികെ മറ്റെന്ത് തീരുമാനം എടുത്താലും തീർച്ചയായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിനൊപ്പം നിൽക്കും. അത് ഞാൻ എൻ്റെ ഇതിൽ പറയാം. ഓക്കെ, അതിനകത്ത് പുള്ളിക്കാരത്തി ക്ലാരിഫൈ ചെയ്ത്, വി ഹാവ് ബീൻ റിസീവിംഗ് മെനി മെസ്സേജസ് ആസ്കിങ് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് ആൻഡ് ആഫ്റ്റർ സ്റ്റേയിങ് സൈലന്റ് ഫോർ എ ലോങ് ടൈം ഐ ഫീൽ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് ഫ്രം മൈ ഹാർട്ട്. യെസ്, we have been separated for the past few months and after many tears, long thoughts. ഒക്കെ കുറേയധികം സംഭവങ്ങളുടെ, അതായത് ഇവർ കുറച്ചധികം മാസങ്ങളായി ഇവർ വേർപിരിഞ്ഞു അഥവാ ഡിവോഴ്സ് ആയി എന്നുള്ളൊരു കാര്യം തന്നെയാണ്, സെപ്പറേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനം എടുത്തിട്ടുള്ളതാണ്. കാരണം മല്ലു ഫാമിലി കുറച്ച് നാളിന് മുമ്പ് എന്താ പറയുക, ഇതുപോലുള്ള ഡിവോഴ്സ്, മറ്റുള്ള സംഭവങ്ങൾ, അവരുടെ ഫാമിലി ലൈഫിൻ്റെ അകത്ത് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ കോണ്ടന്റ് ആക്കി എന്നുള്ളൊരു കാര്യത്തിൻ്റെ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുമ്പോഴും എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കും. അപ്പോൾ ആൾക്കാർ പറയും ഇതൊക്കെ വെറും കള്ളത്തരമാണ്. പക്ഷേ എനിക്കിത് ഈ ഒരു പോസ്റ്റ് കേട്ടിട്ട് ഒരിക്കലും കള്ളത്തരമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പം മൂവ് ഫോർവേഡ് ഇൻ ലീഗൽ ഡിവോഴ്സ്. കണ്ടോ, വി ഹാവ് ഡിസൈഡഡ് ടു മൂവ് ഫോർവേഡ് വിത്ത് എ ലീഗൽ ഡിവോഴ്സ്. ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് ലീഗലായിട്ട്. അപ്പോൾ മ്യൂച്വലായിട്ട് അവർ ഡിവോഴ്സിന് ഇത് ചെയ്യുന്നുണ്ടെന്നോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ത് കാരണത്താലും നടത്തില്ല, ഫീൽഡിൽ മൊത്തം ഇവരുടേതായിട്ടുള്ള കുറേയധികം സംഭവങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഇവരുടെ പാസ്റ്റ് ലൈഫ്, അതായത് മല്ലു ഫാമിലിയിലെ സുജിൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നതും അവരുടെ ആ കുഞ്ഞു ജീവിതം, അതിൻ്റെ ചുറ്റുപാടുകൾ വീഡിയോ എടുക്കുന്നതും, അതിനുശേഷം പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു കുട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ ജീവിത പങ്കാളിയായിരുന്ന ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് ആ കുട്ടി, അവരുമായിട്ടുള്ള ഒരു പ്രണയവിവാഹം എന്തോ ആണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ്, മറ്റുള്ള കാര്യങ്ങൾ ഇവർ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് പ്രചാരത്തിലെത്തുന്നു. അതിനുശേഷം ഇപ്പോൾ കാണുന്നത്, അതിനുശേഷം അവർ ഇല്ലായ്മയിൽ നിന്നും എല്ലാം ഉണ്ടാക്കിയെടുത്തു, എല്ലാ തരത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തിയവരാണ്. സ്വാഭാവികമായിട്ട് നല്ല കാര്യം, അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേയധികം ഹെയ്റ്റ് വാങ്ങി കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് ചിന്തിക്കാം. ഇന്ന്
അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിപ്പോൾ നിതയാണെങ്കിലും എനിക്ക് തോന്നുന്നു സുജിനാണെങ്കിലും അവർ ഫിനാൻഷ്യലി നല്ല രീതിയിൽ റിച്ച് ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ശരിയാണെങ്കിൽ. അതുപോലെ തന്നെ കുഞ്ചൂസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയും അവരും എന്തോ ഓൺലൈൻ ബിസിനസ് എനിക്കിടയ്ക്ക് റാൻഡമായിട്ട് കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ ജീവിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യം. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയുള്ള നാട്ടിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് പൈസ ഉണ്ടാക്കുന്നതൊക്കെ നല്ല കാര്യം. അപ്പോൾ അങ്ങനെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവർ. അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരെ വിമർശിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ദ സുജിൻ പൊന്നു സ്റ്റോറി once full of love, smiles and countless memories has now faded into a quiet goodbye. Some stories don't end with a loud ending. Okay, they end softly, leaving behind lessons, strength and memories that will forever stay in the heart. എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വേദനയോടുകൂടി ആണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഒന്നും പറയാനില്ല. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കി. ഏതായാലും അന്ന് അച്ഛനും അമ്മയും വെറുപ്പിക്കാതെ ഇരുന്ന് നന്നായി എന്നുള്ള കാര്യം. ഓക്കെ, അതിപ്പോൾ അവരുടെ ലൈഫിൽ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു പറയുന്നത്. അതിനുശേഷവും നിതയുടെ സ്റ്റോറി അങ്ങനെ ആ ബന്ധം മനോഹരമായി തന്നെ അവസാനിച്ചു. ഒരു കവിത പോലെ സാഹിത്യപരമായിട്ട് തന്നെ അതിനകത്തൊരു പോസ്റ്റ്. യെസ്, ഇറ്റ്സ് എൻഡഡ് ബട്ട് യു ആർ മൈ ഫേവറേറ്റ് ചാപ്റ്റർ. ഇത് എൻഡായി, പക്ഷേ നിങ്ങളെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നൊക്കെ പറയുന്നു. എന്തോ പഠനങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ കഥയുടെ അവസാനമായി ഇങ്ങനെ എഴുതി: മറക്കാനോ വെറുക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ ഓർക്കാൻ, അല്ലെ മറവിയിലെ ഓർമ്മിക്കാൻ മാത്രം. ഓക്കെ, ഓർമ്മിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായിട്ട് മാറി എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു. ഇപ്പം പുള്ളിക്കാരത്തിൻ്റെ മനസ്സിൻ്റെ പെയിൻ അതാണ് അതിനകത്ത് കാണിച്ചിരുന്നൊരു കുഞ്ഞ്, 1-2 കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ അടുത്ത് മറ്റു കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നു, വിമർശനാത്മകമായിട്ടല്ല. ഇവിടെ അവർ ഏതാണ്ട് ഫെബ്രുവരി 1 ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് കുഞ്ചൂസുമായിട്ടുള്ള, ചുമ്മാ നമുക്ക് കുറേ ആൾക്കാരൊക്കെ അയച്ചു തരുമല്ലോ, അപ്പോൾ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ തമ്മിലുള്ളൊരു കോണ്ടാക്റ്റും മറ്റുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം നല്ല രീതിയിൽ നിൽക്കുന്നു. കുഞ്ചൂസിൻ്റെ ചില സ്റ്റോറീസ് ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഉണ്ടെങ്കിൽ ഉണ്ടോ നോക്കട്ടെ. ചില അവസ്ഥകളുണ്ട്, എന്ത് പറയണമെന്നോ ആരോട് പറയണമെന്നോ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്നു. കർമ്മ അത് തിരിച്ചടിക്കും. ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് അറിയത്തില്ല, പുള്ളിക്കാരത്തി ഇനി എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്നൊന്നും അറിയത്തില്ല. കർമ്മ അത് തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, ഇനി അവരുടെ ബിസിനസ്സൊക്കെയാണ്. ഇന്ന് റാൻഡമായിട്ട് ഫീൽഡിൽ കയറുന്നൊരു ചുമ്മാ ഒരു ചെറിയൊരു സംഭവമാണ്. 3 പേരും ഒരുപോലെ കൊണ്ടും. ഇപ്പൊ എനിക്ക് ഇങ്ങനെയാണ് അമ്മയും പെങ്ങളെയും ഭാര്യനെയും ഒരേപോലെ കൊണ്ടുവരുന്നു വെക്കുമ്പോ ഭയങ്കര അത്ഭുതങ്ങളും എന്താ ബഹുമാനമൊക്കെ തോന്നിയായിരുന്നേ. എന്താ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അവൻ കൊണ്ടു കിടന്നിട്ടുണ്ട്. പക്ഷെ മകളുടെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ കൂടുതലായി. അച്ഛന്റെയും ആങ്ങളുടെയും മകന്റെയും എല്ലാ സൗന്ദര്യത്തോടെ കൂടെ അവൻ ആ കല്യാണം നടത്തിയത്. 3 പേരും ഒരുപോലെ കൊണ്ടും. ഇപ്പൊ എനിക്ക് തന്നെ മുടിക്കരാണല്ലേ റീച്ചിന് വേണ്ടി എന്തെങ്കിലും കാണിക്കട്ടെ. ഓക്കെ, പുറമേ കാണാൻ സന്തോഷം മനുഷ്യർ കാണുകയുള്ളൂ, ഉള്ളിൽ ആർത്തിനും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞില്ല പലരുടെ അവസ്ഥ. ഇതിപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം, ഇതിപ്പോൾ ഇടാൻ കാരണം എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ എനിക്ക് വന്നു. ഓക്കെ, എനിവേ എന്തായിരുന്നാലും ഞാൻ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ അതിനകത്ത് ഇഴകീറി പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇട്ടേക്കുന്ന പോസ്റ്റ് പ്രകാരം അവർ മ്യൂച്വലായിട്ട് ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നുള്ള കാര്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്ന വ്ളോഗുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി വ്ളോഗുകളായിക്കോട്ടെ, മറ്റെന്ത് തരത്തിലുള്ള വീഡിയോസ് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നമ്മൾ ഇടുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം പറയാൻ പറ്റുന്നതും പറയാൻ പാടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സ്ട്രഗിൾ, വിഷമങ്ങൾ, പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ എല്ലാവരും എപ്പോഴും തുറന്ന് കാണിക്കണമെന്നോ അല്ലെങ്കിൽ അതെല്ലാം പബ്ലിക് ആക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കോർ ഫാക്ടറിനകത്ത് ഇനിയിപ്പോൾ സുജിനാണ് അല്ലെങ്കിൽ ഇതിനകത്ത് നിത എന്ന് പറയുന്ന പൊന്നൂസാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാനോ ഒന്നും ഞാൻ എന്തായാലും ആളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ അവർ വളരെ നല്ലൊരു ഡിസിഷൻ എടുത്തു. ഇപ്പം നമ്മൾ കാണുന്നത്, ഇപ്പം നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞത് നമുക്ക് ചോദിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അവർക്കിടയിലുള്ള കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ മറ്റേ കുഞ്ഞാറ്റയുടെ കേസ് പറഞ്ഞ പോലെ അവരൊരു ഡിസിഷൻ എടുത്ത് അതങ്ങ് പോയി. അതിനുശേഷം ഇവരാണെങ്കിൽ 2 ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം, അതങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ പര്യവസാനിച്ചു എന്ന് നമുക്ക് കാണാം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, തല്ല്, വഴക്ക്, ബഹളം, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ പറഞ്ഞ കണക്ക് നിത എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെയും ഒക്കെ എന്താ പറയുക, അവരുടെ എന്താണ് അവരെന്തോ ഓൺലൈനായിട്ടൊക്കെ സെല്ല് ചെയ്യുന്ന എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ ഫീമെയിലായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വാങ്ങുന്നത് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ റീസെൻ്റായിട്ട് എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ പുള്ളിക്കാരൻ എന്തോ ബിസിനസ് ചെയ്യുന്നു, ഇടയ്ക്ക് പെർഫ്യൂമിൻ്റെ എന്തോ ഒരു സംഭവം, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
എന്തായിരുന്നാലും തീരുമാനങ്ങൾ ഞാനിപ്പോഴും പറയട്ടെ, ഔട്ട് ഓഫ് ഈ ഒരു കോണ്ടെക്സ്റ്റ് വിട്ട് മാറി സംസാരിച്ച് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കാര്യവും പെർമനൻ്റ് അല്ല, ഒന്നും പെർമനൻ്റ് അല്ല, ഒന്നും നത്തിങ് പെർമനൻ്റ് അല്ലാത്ത ഒരു കാര്യം എന്നുള്ള സാധനം, അത് ഞാൻ നമ്മൾ പറയാതെ നിങ്ങൾക്കറിയില്ല, മാറ്റം എന്നുള്ള സാധനത്തിന് മാത്രമാണ് ഒരു മാറ്റം ഇല്ലാത്തത്. ബാക്കി എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അകത്ത് അകൽച്ചയുണ്ട്, മാനസികപരമായിട്ട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ മെച്യൂറായിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന തീരുമാനമാണ് ഈ സെപ്പറേറ്റഡ് ആവുക, ഡിവോഴ്സിലേക്ക് പോവുക എന്നുള്ള കാര്യം. അതിനകത്ത് അവർക്ക് കാരണങ്ങളുണ്ടാവാം, നമ്മളത് ചെയ്യേണ്ട കാര്യവുമില്ല. പിന്നെ നിങ്ങളിലാണെങ്കിൽ ഇപ്പം ഒരുപാട്, ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഇപ്പം നമുക്ക് പണം എന്നുള്ളൊരു സാധനമാണോ സമാധാനമാണോ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ഇപ്പം നിത ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ അകത്ത് ഞാൻ പീസ് എന്നുള്ളതിൻ്റെ പുറകെ സമാധാനത്തിനെ ആണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യം. ഇതിനകത്ത് തന്നെ എനിക്ക് നേരിട്ടറിയുന്ന കുറേയധികം ജീവിതങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അന്താളിച്ചു ആ തരത്തിൽ സാമ്പത്തികപരമായിക്കോട്ടെ, യശസ് അഥവാ നമ്മുടെ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള നമ്മൾ എന്തൊക്കെയാണോ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇന്ന ലൈഫിൽ ഇന്ന അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എല്ലാം ഉള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആൾക്കാർക്കിടയിൽ പോലും അവരുടെ തന്നെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ കാണുന്ന ഒരു വല്ലാത്തൊരു ഒരു നമ്മൾ കാണുന്ന പോലെ പണം എന്നുള്ള സാധനം എല്ലാത്തിൻ്റെയും ഇത് തരത്തില്ല. പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നു. ബട്ട് എങ്കിലും സമാധാന അന്തരീക്ഷം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഇപ്പം നമ്മളെപ്പോഴും ചിന്തിക്കണം, ചുറ്റുപാടും കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡെയിലി ഒരു 500-1000 രൂപ ശമ്പളം കിട്ടുന്ന, അവർ വളരെയധികം സന്തോഷകരമായിട്ട് അവരുടെ കുടുംബജീവിതം കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃഷിപ്പണി ചെയ്യുന്നു, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ വൈകുന്നേരം കോട്ടറൊക്കെ എടുത്ത് അടിച്ചിട്ട് രാത്രി നടന്ന് ഉറങ്ങി സുഖമായിട്ട് കിടന്നിട്ട് ഫാമിലിയെ നോക്കി അതിന് പോലെ അങ്ങനെ അടിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവരുടെ സമാധാനം അങ്ങനെയൊക്കെയാണ്. അയാളുടെ വ്യക്തിപരമായ സമാധാനം കാണുന്നതോടൊപ്പം കുടുംബത്തിൻ്റെ സമാധാനം കാണുന്നു. എന്നാൽ ചില മദ്യപാനികളുണ്ട്, അവർ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് കുടുംബത്തിന് നശിപ്പിച്ച് എല്ലാം സമാധാനം നഷ്ടപ്പെടുത്തി കളയും. രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കണം. അതാ പറഞ്ഞേ, സമാധാനം എന്നുള്ളൊരു സാധനം ഇല്ല എങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. സമാധാനം, നമ്മളിപ്പോൾ പണം എത്ര കോടികളുണ്ടെങ്കിലും സമാധാനം ഉണ്ടെങ്കിലും ഓക്കെ, പെർഫെക്റ്റ് ആണ്. ബട്ട് നമുക്ക് കോടികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ ഉള്ളത് മുറുക്കി കൊടുത്ത് ജീവിച്ചാണെങ്കിൽ നമുക്ക് സമാധാനം എന്നുള്ളൊരു സാധനം ഇല്ല എങ്കിൽ സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ്. ഈ സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്ന ഈ മുഖങ്ങളിൽ എല്ലാത്തിൻ്റെ അകത്തും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക, ചിരിക്കുന്നില്ലേ ആൾക്കാർ, നിങ്ങളെ കാണാൻ വേണ്ടി ചിരിക്കുന്നതാണ്. അവരുടെ ഉള്ളിലുള്ള അന്തർസംഘർഷങ്ങളും പ്രശ്നങ്ങളും ഭയങ്കരമായിട്ടുള്ള വിഭ്രാന്തിയൊന്നും നമ്മൾ ആരും അറിയുന്നില്ല, അവരറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസിഷനോട് തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ പിരിഞ്ഞ് രണ്ട് വ്യക്തികളാണ്, അവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഇനി ഒരുപാടുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡിവോഴ്സ് ആയിക്കൊണ്ട് തന്നെ അവർക്ക് നല്ല എന്താ പറയുക, മ്യൂച്വലായിട്ടുള്ള നല്ലൊരു കണക്ഷൻ ലെവലിൽ നിൽക്കാനും പറ്റും. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. ഡിവോഴ്സ് എന്നുള്ള കാര്യം എൻഡും അല്ല, ഡിവോഴ്സിലൂടെ 2 ജീവിതങ്ങൾ തീരുന്നുമില്ല. അതുകൊണ്ട് ഡിവോഴ്സിന് ശേഷം അവർക്ക് ജീവിതമുണ്ട്. അല്ലാതെ ഇവരെ ഈ സമയത്ത് നല്ല ഡിസിഷൻ എടുത്തവരെ ഒരു കുറ്റവും ഒരു സംഭവം കൊണ്ട് ഒരു പറയാൻ ഞാൻ ആളല്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയ ഫാമിലി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പറയുക. നിങ്ങൾ അതുപോലെ തന്നെ തുടക്കത്തിൽ ചോദിച്ചാൽ മനസമാധാനത്തിൻ്റെയും കാര്യങ്ങളുടെ അതും നിങ്ങൾ പറയുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.